കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ഡൽഹിയിൽ നിർണായക കൂടിക്കാഴ്ചകൾ നടക്കുന്നു എന്നതാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ് ചർച്ച നടത്തുകയാണ്. അതേസമയം വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ നോട്ടീസ് നൽകി. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഇതിൽ വിഷ്ണുദേവ് സായ് സ്വീകരിച്ച നിലപാട് എന്താണ് നമുക്കറിയാം. അദ്ദേഹം തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിൽ കന്യാസ്ത്രീകൾക്കെതിരെ സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത് കേന്ദ്രം അവരെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്തിനാണ് എന്നതിൻ്റെ സൂചനകളുണ്ടോ? ഒരുപക്ഷെ ഇക്കാര്യത്തിൽ ജാമ്യാപേക്ഷ നൽകുമ്പോൾ അതിനെ എതിർക്കരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്നാണോ? ഇന്നലെ അങ്ങനെയൊക്കെ ആഭ്യന്തരമന്ത്രി പറഞ്ഞതായാണല്ലോ എം പിമാർ അറിയിച്ചത്. അനുജ, ഈ കൂടിക്കാഴ്ച എന്തായാലും ഏറെ നിർണായകമാണ്. കഴിഞ്ഞ 3 ദിവസമായി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ് ഡൽഹിയിലുണ്ട്. അദ്ദേഹം പലരുമായും ഇതിനകം തന്നെ ചർച്ചകൾ ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ആഭ്യന്തര മന്ത്രാലയവുമായും ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അടക്കമുള്ളവരുമായും ഇതിനകം തന്നെ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്നുള്ള എം പിമാരുമായുള്ള കൂടിക്കാഴ്ചയിൽ സർക്കാർ ഇവരുടെ ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്ന ഉറപ്പ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലെ എം പിമാർക്ക് നൽകിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിൻ്റെ തുടർച്ചയായി തന്നെയാണ് ഈ ഒരു കൂടിക്കാഴ്ചയും. ഛത്തീസ്ഗഡിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പാർട്ടിക്കും സർക്കാരിനെയും സംബന്ധിച്ച് മതപരിവർത്തനം ഒരു പ്രധാന വിഷയമായി തന്നെയാണ് അവർ ഉയർത്തിക്കാണിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം വലിയ പ്രചരണം ഈ വിഷയത്തിൽ നടത്തിയിരുന്നു സംസ്ഥാന BJP. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉയരുന്നു. അത് ഒരു പരിവാർ സംഘടനയുടെ ഭാഗമായ ബജ്രംഗ് ദൾ തന്നെയാണ് ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയുമാണ് BHPയും ബജ്രംഗ് ദൾ അടക്കമുള്ളവർ. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ അത്തരത്തിലൊരു നിലപാട് ആ ഒരു ഘട്ടത്തിലാണ് സ്വീകരിച്ചത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം BJP ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. കൂടാതെ പ്രധാനമന്ത്രി അടക്കമുള്ളവർ ക്രിസ്ത്യൻ വിഭാഗവുമായി അടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു ഉറപ്പ് ആഭ്യന്തരമന്ത്രി. വളരെ നിർണായക കൂടിക്കാഴ്ചയാണ് ഡൽഹിയിൽ പുരോഗമിക്കുന്നത്. അമിത്ഷായുമായി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ് കൂടിക്കാഴ്ച നടത്തുകയാണ്. പാർലമെന്റ് ഹാളിലാണ് ഈ കൂടിക്കാഴ്ച എന്നതാണ് ബൽറാം നെടുങ്ങാടി നൽകിയ വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.